നമസ്കാരം. തുടർച്ചയായ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിലും തുടർഭരണം ലക്ഷ്യമിട്ടുള്ള സമീപന രേഖ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ നൽകിയ സന്ദേശം കൃത്യമാണ്. തുടർന്നും നയിക്കാൻ ഞാൻ ഉണ്ടാകും. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഉദ്ഘാടന ദിനമായ ഇന്നലെ സമ്മേളനം മുന്നേറിയത്. അതേസമയം തുടർഭരണത്തിന്റെ കാര്യത്തിൽ അമിത ആത്മവിശ്വാസം പാടില്ലെന്ന മുന്നറിയിപ്പ് സമ്മേളനത്തിന് പുറത്ത് PB അംഗം MA ബേബി നൽകിയത് ശ്രദ്ധിക്കപ്പെട്ടു. 2026 ക്യാപ്റ്റൻ പിണറായി തന്നെ ആയിരിക്കുമോ എന്നതിൽ CPM തീരുമാനമെടുത്തിട്ടില്ല. പിണറായി മത്സരിക്കണമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. 2026 ക്യാപ്റ്റൻ ആരായിരിക്കണമെന്ന് സംസ്ഥാന സമ്മേളനം തീരുമാനിക്കേണ്ട കാര്യമില്ലെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്. എന്നാൽ ഇന്ന് ആരംഭിക്കുന്ന പൊതുചർച്ചയിൽ പ്രതിനിധികൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള സാധ്യത കൂടുതലാണ്. പിണറായി അല്ലാതെ തൽക്കാലം മറ്റൊരു പേരില്ല. ആ മുറവിളി ഉയർന്നാൽ അതിനോട് ഞായറാഴ്ചത്തെ മറുപടി പ്രസംഗത്തിൽ പിണറായി എങ്ങനെ പ്രതികരിക്കുമെന്നത് കൊല്ലം സമ്മേളനത്തെ ശ്രദ്ധേയമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്നത് ആരാണ് എന്ന ചർച്ച CPMന്റെ കാര്യത്തിൽ ആദ്യം നടക്കുന്നത് കേരളത്തിലല്ല. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ആരാണ് മത്സരിക്കേണ്ടതെന്ന് പാർട്ടി PB ആണ് ആദ്യം ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും. ആ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ക്യാപ്റ്റൻ ആരെന്ന് വ്യക്തമാകുന്നത്. പിണറായി തന്നെ തുടരണമെങ്കിൽ പാർട്ടി നേരത്തെ തീരുമാനിച്ച 2 നിബന്ധനകളിൽ ഇളവ് വരുത്തണം. സംഘടനാ പദവികൾ വഹിക്കാനുള്ള പ്രായപരിധി 75 ആയിരിക്കെ അടുത്ത മെയ്യിൽ 80 വയസ്സാകുന്ന പിണറായിക്ക് PBയിൽ തുടരണമെങ്കിൽ ഏപ്രിൽ ആദ്യം മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഇളവ് തുടരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 ടേമിൽ കൂടുതൽ മത്സരിക്കാൻ അനുവദിക്കേണ്ടതില്ലെന്ന നിബന്ധനയിലും ഇളവ് അനുവദിക്കണം. ഇളവെല്ലാം ഒരാൾക്ക് മാത്രം എന്ന മുറുകുറുപ്പ് ഒരു വിഭാഗം നേതാക്കളിൽ ഇപ്പോൾ തന്നെയുണ്ട്. നവകേരളത്തെ നയിക്കാനുള്ള പുതുവഴികൾ എന്ന രേഖ പിണറായിയുടെ 9 വർഷക്കാലത്തെ നേട്ടങ്ങൾ പ്രതിപാദിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കെടുതികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചത് പിണറായിയുടെ 2 സർക്കാരുകൾ ആണെന്ന അവകാശവാദം മുഴങ്ങുന്നു. മൂന്നാമത് തുടർഭരണമാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്റെയും നവകേരള രേഖയുടെയും ലക്ഷ്യം ഭരണ തുടർച്ചയാണെന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞെങ്കിലും അത് ഉറപ്പായ കാര്യമല്ലെന്നും ജനങ്ങളുടെ പിന്തുണ അതിനായി നേടുകയാണ് വേണ്ടതെന്നുമായിരുന്നു PB അംഗം MA ബേബിയുടെ വാക്കുകൾ. അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് തുടർഭരണം ഭരണമോ എന്ന കാര്യം. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കും. പക്ഷേ ആ ചിന്ത ഉറപ്പിക്കാൻ LDF ഒരുപാട് പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അത് ചെയ്യാതെ തുടർഭരണം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നത് മൗഢ്യമാണ്, ബേബി പറഞ്ഞു. ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് EP. കൊല്ലം ക്യാപ്റ്റൻ ആരാണെന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇപ്പോൾ എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അതിന് ക്യാപ്റ്റന്മാരില്ലേ, മന്ത്രിമാരില്ലേ, നേതാക്കളില്ലേ, ജയരാജൻ പ്രതികരിച്ചു.